നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈം സീരീസ് മോഡൽസാണ്. രണ്ട് മോഡൽസാണ് നമുക്കുള്ളത്, എഡിറ്റീവ് മോഡലും മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലും. അതെന്താണെന്നുള്ളത് നോക്കാം. ദർ ആർ 2 ടൈപ്സ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽസ് ഫോർ എ ടൈം സീരീസ്. ടൈം സീരീസിന് രണ്ട് മോഡൽസാണ്. ഫസ്റ്റ് വൺ എഡിറ്റീവ് മോഡൽ. When the changes in the data are the result of combined impact of the 4 components, we can write the original data y as the sum of the 4 components. ഈ ചേഞ്ചസ്, ഡാറ്റയിലുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് ഈ 4 കമ്പോണൻസിൻ്റെയും കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്ക് ഒറിജിനൽ ഡാറ്റ വൈനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്നാണ് പറയുന്നത് വെച്ചാൽ ഈ 4 കമ്പോണൻസിൻ്റെ സം ആക്കിയിട്ട് റെപ്രസെൻ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതെങ്ങനെ? y is equal to t plus s plus c plus i. ഇതിൽ ടി എന്ന് പറയുന്നത് സെക്യുലർ ട്രെൻഡാണ്, എസ് എന്ന് പറയുന്നത് സീസണൽ വേരിയേഷനും, സി എന്ന് പറയുന്നത് സൈക്ലിക്കൽ വേരിയേഷനും, ഐ എന്ന് പറയുന്നത് ഇറഗുലർ വേരിയേഷനും. അങ്ങനെ 4 കമ്പോണൻസിൻ്റെ സമ്മാക്കിയിട്ട് നമുക്ക് ഒറിജിനൽ ഡാറ്റനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളതാണ്. സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലാണ്. ഈ മോഡലിൽ നമ്മൾ ഒറിജിനൽ ഡാറ്റനെ മൾട്ടിപ്പിൾസ് ഈ 4 കമ്പോണൻസിനെയും മൾട്ടിപ്പിളായിട്ട് represent ചെയ്യാൻ പറ്റുന്നതാണ്. y is equal to t into s into c into i. It may be noted out that multiplicative decomposition of a time series is same as the additive decomposition of the logarithmic value of the original time series. നമ്മൾ എഡിറ്റീവ് മോഡലിൽ നമുക്ക് ഡിക്കമ്പോസ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലിൽ നമുക്ക് ഡിക്കമ്പോസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് ഈ 4 കമ്പോണൻസിനും. ഇനി ഇത് രണ്ടും അല്ലാതെ വേറൊരു ടൈപ്പ് മോഡൽ എന്താണെന്ന് വെച്ചാൽ മിക്സ്ഡ് മോഡൽ. അതിൽ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും, മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലിൻ്റെയും എഡിറ്റീവ് മോഡലിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും മിക്സ്ഡ് മോഡലിൽ ഉണ്ടാവാം. The different models defined under different assumption will yield different result. അപ്പോൾ ഓരോ മോഡലിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്കുണ്ടാവാം. അപ്പോൾ ഒരു മിക്സഡ് മോഡലിൻ്റെ എക്സാമ്പിളാണ് y is equal to tc plus si, അല്ലെങ്കിൽ y is equal to t plus sci, അല്ലെങ്കിൽ y is equal to t plus s plus ci. 3 മിക്സഡ് മോഡലിൻ്റെ എക്സാമ്പിൾസാണത്. Many economic and business series agree with multiplicative model, but additive model is found to suit in some economic and business series. അധിക കേസിലും എക്കണോമിക്കും ബിസിനസ് സീരീസിലും ഒക്കെ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ചില എക്കണോമിക് കേസിലൊക്കെ നമ്മൾ എഡിറ്റീവ് മോഡൽസാണ് കണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രെൻഡ് മെഷർ ചെയ്യുന്ന 4 മെത്തേഡ്സാണ്. മെഷർമെൻറ്റ് ഓഫ് ട്രെൻഡ്. വി നോ ദാറ്റ് ദ ടേം ട്രെൻഡ് ഇംപ്ലൈസ് സെക്യുലർ ട്രെൻഡ്. ട്രെൻഡ് എന്ന് പറയുന്നത് സെക്യുലർ ട്രെൻഡാണ്. ഇറ്റ് മെഷേഴ്സ് ലോങ് ടേം ചേഞ്ചസ് ഒക്കറിങ് ഇൻ എ time series without bothering about the short term fluctuation occurring in between. അപ്പോൾ ഈ ട്രെൻഡിൽ നമ്മൾ നോക്കുന്നത് ലോങ് ടേം ചേഞ്ചസ് ആണ്. ടൈം സീരീസിൽ ഒക്കർ ചെയ്യുന്ന ലോങ് ടേം ചേഞ്ചസ്, അതിൻ്റെ ഇടയിലുള്ള ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഇഗ്നോർ ചെയ്തിട്ടാണ് ഈ ട്രെൻഡ് കൺസിഡർ ചെയ്യുന്നത്. There are 4 methods to estimate the secular trend. സെക്യുലർ ട്രെൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ 4 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെമി ആവറേജ് മെത്തേഡ്, തേർഡ് വൺ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജ്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്നുള്ളതാണ്. അങ്ങനെ 4 മെത്തേഡ്സാണ് നമുക്ക് ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ്. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് മെഷറിങ് ട്രെൻഡ് ഓഫ് എ ടൈം സീരീസ്. അപ്പോൾ ഈ ടൈം സീരീസിൽ നമുക്ക് സിമ്പിളായിട്ട് ട്രെൻഡ് മെഷർ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്നുള്ളത്. In this method, firstly we have to draw the time series graph. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടൈം സീരീസ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ്. ടു ഡ്രോ ദ ടൈം സീരീസ് ഗ്രാഫ്, ഡ്രോ എക്സ് ആക്സസ് ആൻഡ് വൈ ആക്സസ് ഓൺ ദ ഗ്രാഫ് പേപ്പർ. അപ്പോൾ എങ്ങനെയാണ് ഈ ടൈം സീരീസ് ഗ്രാഫ് വരയ്ക്കുകയെന്ന് വെച്ചാൽ എക്സ് ആക്സസും വൈ ആക്സസും ആദ്യം നമ്മളൊരു പേപ്പറിൽ മാർക്ക് ചെയ്യാം. ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടൈം ഇസ് ടേക്കൺ അലോങ് ദ എക്സ് ആക്സസ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് നമ്മൾ എക്സ് ആക്സസിൽ എടുക്കാം. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ടൈമാണ്. വൈ ആക്സസിൽ ഈ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന മെഷറാണ് നമ്മൾ വൈ ആക്സസിൽ പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ദ ടൈം വാല്യൂ എഗെയിൻസ്റ്റ് ദ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയി വരുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ പ്ലോട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ പ്ലോട്ട് ചെയ്ത വാല്യൂസിന് ജോയിൻ ചെയ്യുക. ജോയിൻ ദീസ് പോയിൻറ്റ്സ് ബൈ മീൻസ് ഓഫ് സ്മൂത്ത് ലൈൻ യൂസ് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്യാം. ദിസ് ഇസ് ദ ടൈം സീരീസ് ഗ്രാഫ് ഓർ ഹിസ്റ്റോറിയോഗ്രാം. അപ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ ടൈം സീരീസ് ഗ്രാഫ് എന്ന് പറയാം.
Then to depict the trend behavior, a line is drawn through the points that is judged by the analyst to represent adequately the long-term movement in the series. അങ്ങനെ നമ്മൾ ട്രെൻഡ് വരച്ചതിന് ശേഷം നമ്മളൊരു സ്ട്രെയിറ്റ് ലൈന് ഒന്ന് ജസ്റ്റ് ഡ്രോ ചെയ്ത് നോക്കാം. ഈ ഒരു ലോങ് ടേം മൂവ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ സ്കാറ്റർ ഡയഗ്രാമൊക്കെ വരയ്ക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ എക്സ് ആക്സിസിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വൈ ആക്സിസിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. പിന്നെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈന് വരച്ച് നോക്കാം, ലീനിയർ ആയിട്ടുള്ള ഒരു ലൈന് വരച്ച് നോക്കാം, അതിൻ്റെ ബിഹേവിയർ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ്സിൻ്റെ മെറിറ്റ്സും ലിമിറ്റേഷൻസുമാണ്. മെറിറ്റ് എന്ന് പറയാൻ ഇറ്റ് ഈസ് സിമ്പിൾ മെത്തേഡ് ടു എസ്റ്റിമേറ്റ് ട്രെൻഡ്. Second one, it is flexible and either a curve or straight line could be found as a trend on the basis of position of the points. But under the method of semi-average, straight line trend along could be fit for any given data. ഫസ്റ്റ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ അത് സിമ്പിളാണ്, നമുക്ക് ട്രെൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ. പിന്നെ നമുക്ക് എന്താ പറയുക, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ലൈൻ ഡ്രോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കേർവ്സോ എന്താണ് ഉള്ളതെന്നുള്ളത് നോക്കിയിട്ട് ട്രെൻഡ് എന്താണെന്നുള്ളത് പറയാൻ പറ്റും. It may give better estimate if it is used by an experienced statistician who knows the changes which have taken place subsequent to the collection of each item of data. തേർഡ് മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് ബെറ്ററായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ. പിന്നെ വരുന്ന ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്. ഈച്ച് പേഴ്സൺ മേ ഗെറ്റ് വൺ ലൈൻ and the trend line drawn by different person might be different although the data are same. അത് സബ്ജക്റ്റീവ് ആണെന്നുള്ളതാണ് ലിമിറ്റേഷൻ വരുന്നത്. കാരണം എന്താണ്, നമ്മൾ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് സെയിം, നമ്മൾ പ്ലോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കർവ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പക്ഷേ ഓരോ ആൾക്കാരും വരയ്ക്കുന്ന ആ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ലിമിറ്റേഷൻ. ഇറ്റ് ഈസ് നോട്ട് യൂസ് ഫോർ പ്രഡിക്ഷൻ ബിക്കോസ് ഓഫ് ഇറ്റ്സ് സബ്ജക്റ്റീവ് ക്യാരക്ടർ. സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ട് ഇതിനെ പ്രഡിക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല, ട്രെൻഡ് എന്താണെന്ന് മാത്രം നോക്കുകയാണ് ചെയ്യുക. തേർഡ് വൺ, ഇറ്റ് ഈസ് നോട്ട് ആസ് സിമ്പിൾ ആസ് ഇറ്റ് ലുക്ക് ഓർ ദ മെത്തേഡ് ഓഫ് സെമി ആവറേജസ്. അപ്പോൾ ഈ മെത്തേഡ് ഓഫ് സെമി ആവറേജിൻ്റെ അത്ര സിമ്പിളല്ല എന്നാണ് പറയുന്നത്. ആദ്യം നമ്മൾ വിചാരിക്കും എക്സും വൈയും പ്ലോട്ട് ചെയ്താൽ മതി എന്നുള്ളത്. പക്ഷേ ആ ഒരു മെത്തേഡിൻ്റെ അത്ര, സെമി ആവറേജ് മെത്തേഡിൻ്റെ അത്ര ഈ ഒരു മെത്തേഡ് സിമ്പിളല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് നീഡ്സ് എക്സ്പീരിയൻസ് ആൻഡ് കെയർഫുൾ അപ്രോച്ച്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി എക്സ്പീരിയൻസും കെയർഫുൾ ആയിട്ടുള്ള അപ്രോച്ചും വേണം എന്നാണ് പറയുന്നത്.